എന്താ ശരിക്കും നല്ല കാര്യമായിട്ട് നോക്കണ്ടല്ലോ. ഒന്നുമില്ല, ഇന്ന് വന്ന സ്റ്റോക്കാണ്. അപ്പോ ജസ്റ്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടെന്നിട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇല്ല, ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇല്ലത് പറയണല്ലോ കസ്റ്റമറോട്. തീർച്ചയായിട്ടും അത് വേണം. പക്ഷെ ഇത് എന്താ അറിയോ, നമ്മള് റീപ്ലേസ്മെന്റ് നോക്കുന്ന സമയത്തേ ഒട്ടുമിക്ക ആൾക്കാരും ശരിക്കും ഒരു ഡോർ റീപ്ലേസ്മെന്റ് ആയി എഴുതിയിട്ട് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമല്ല. കാരണം ഡോർ റീപ്ലേസ്മെന്റ് ആയി അത് മാറി, അതുകൊണ്ട് ഉള്ളിലേക്ക് ഒരു മറ്റേ ലീക്കേജോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരില്ല. പക്ഷെ ഈ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആരും ചെക്ക് ചെയ്യണില്ല. ഒരു ഡോർ റീപ്ലേസ് ആണെങ്കിൽ ആ സാർ ഇത് റീപ്ലേസ് ആണ്, ഓക്കെ അതിന് കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ മോണോകോക്ക് ചേസിസും അതുപോലെ തന്നെ ഷെല്ലാണ് വാഹനങ്ങളിൽ വരിക. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഷെല്ല് വരുന്ന വാഹനങ്ങളിൽ ഇപ്പൊ ഇവിടൊക്കെ കണ്ടോ, ഇവിടൊക്കെ ഫുള്ള് ഇതിങ്ങനെ ഷെല്ലായിട്ടാണ് വരിക. അപ്പൊ ഒരു ഇമ്പാക്ട് വന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡോർ റീപ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ ഡോർ റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അറിയണം. കാരണം ഇതിന്റെ ഈ ഒരു ഷെല്ലിലേക്ക് ഒരു ഇമ്പാക്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഷെല്ലിലോട്ട് ഇമ്പാക്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലോട്ട് ഒരു ഇമ്പാക്ട് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് വരുന്ന ഇമ്പാക്ട് കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് ക്യാനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ ഒക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഈ സാധനം ക്യാനിൽ വാങ്ങുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളൊന്ന് ചളുക്കിയിട്ട് നമ്മൾ വീണ്ടും അത് നിർത്തിയിട്ട് വീണ്ടും ചളുക്കുന്ന സമയത്ത് ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചളുങ്ങിപ്പോകും. അതാണ് ഇതിലും വരുന്നത്. അതായത് നമ്മൾ ഇതിന്റെ പഞ്ചിങ് ആണ് നോക്കേണ്ടത്. ഈ ഒരു വാഹനത്തിൽ ഒരു ഡോർ റീപ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന പഞ്ചിങ് ഉണ്ട്, അതും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഇതും ഉഡായ്പിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് ഒരു വാഹനം വാല്യുവേഷൻ ചെയ്യുമ്പോൾ വേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. അതായത് നമുക്കിത് ഒബ്സർവ് ചെയ്യാൻ ഉള്ളൊരു സ്കില്ല് മെയിൻ ആയിട്ട് വേണം. കാരണം ഇപ്പൊ ഇതിൽ ഒരു പഞ്ചിങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവർ ചില ആൾക്കാർ പെയിന്റ് ചെയ്തിട്ട് അതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പഞ്ചിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു തട്ടിയാണ്ട് ഇവിടെ വർക്ക് എടുത്ത ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് ഒരു ഇമ്പാക്ട് വരുന്ന സമയത്ത് ഉള്ളിലുള്ള ആൾക്കാർക്കില്ലേ പരിക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ എ പില്ലർ, ബി പില്ലർ, സി പില്ലർ അങ്ങനെ 3 പില്ലേഴ്സ് വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ ഒരു പഞ്ചിങ്, ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു പഞ്ചിങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇത് ബീഡിങ് നമ്മൾ ഊരിയിട്ടാണ് അത് പഞ്ചിങ് നോക്കുക. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റൗണ്ട് ഷേപ്പാണ് ആ ഒരു പഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ബീഡിങ് ഊരി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെ വെക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കിടിലൻ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ടേ ടിപ്സ് ഓഫ് ഫാസ്റ്റ് സെല്ലർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ വീണ്ടും വേറെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.